അന്ന് അൻവറിൻ്റെ പരാതിയിൽ പി ശശിക്കെതിരായിട്ടുള്ള പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരിശോധനയ്ക്ക് വിധേയമാകേണ്ടുന്ന കാര്യം അൻവർ കത്തുമായിട്ട് ബന്ധപ്പെട്ടില്ല താനും. അതിനുശേഷമാണ് രണ്ടാമതൊരു പരാതി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത്. അതും പാർട്ടി പരിശോധിച്ച് ഇരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹത്തെ ഞാൻ തന്നെ വിളിച്ച് നമുക്കെപ്പോഴാണ് ഒന്ന് നേരിട്ട് കാണാനാവുക എന്ന് ചോദിച്ചപ്പോൾ അടുത്ത 3-ാം തീയതി അപ്പോഴാണ് കാണാനാവുക എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി 3-ാം തീയതി കാണുന്നതിനു വേണ്ടിയുള്ള തീയതി നിശ്ചയിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അച്ചടക്കത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം കടന്നത്. ഇതിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറി. ഞാൻ പാർട്ടിക്കും ഗവൺമെൻറ്റിനും പരാതി നൽകി കഴിഞ്ഞു, ഇനി അവരുടെ തീരുമാനമനുസരിച്ച് ഞാൻ മറ്റൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ നിന്ന് മാറി അദ്ദേഹം വീണ്ടും പത്രസമ്മേളനവും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇത് വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ കാണാനാവുള്ളൂ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇറക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി സഹാബ് പിണറായി ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായും പൊതുയോഗത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടും ഈ കാര്യം ഒന്നുകൂടി വിശദീകരിച്ചു. വന്ന പരാതികൾ പരിശോധിക്കുന്നതിനിടയിൽ പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, നിരവധി പ്രാവശ്യം വാർത്താ സമ്മേളനങ്ങൾ നടത്തി നിരവധി പ്രാവശ്യം പാടില്ല എന്ന നിർദ്ദേശം നൽകി പുതിയ ആരോപണങ്ങളുമായി UDF-കാരും BJP-ക്കാരും വാർത്താ മാധ്യമ ശൃംഖലയും എന്താണോ കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇക്കാലം അത്രയും അതിനെല്ലാം എതിരായിട്ട് ശക്തിയായി നിന്ന അൻവർ അതെല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ, ഭാഷയിൽ, ശൈലിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അച്ചടക്കമുള്ള ഒരു സംഘാടക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണിത്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ അൻവർ മാറി നിൽക്കണമെന്ന കാര്യം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടും ആ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്ന വസ്തുത പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഞാനുമായും പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വിജയരാഘവൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ള സഖാക്കളും പാർട്ടി നേതാക്കളും, അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല മലപ്പുറമാണല്ലോ, അവിടെയുള്ള പാർട്ടി നേതൃത്വവും നിരന്തരമായി ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും സത്യമാണ്. ഇതെല്ലാം ഞാൻ വിശദീകരിച്ചത് അൻവറിന്റെ പരാതികൾ പരിശോധിക്കാതിരിക്കുകയോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം